കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് NDA റിട്ടേൺ എക്സാമിനുള്ള കട്ട് ഓഫ് മാർക്ക് കുട്ടികളെല്ലാം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ PSC എക്സാം ഉണ്ടല്ലോ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതിനൊക്കെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഓരോ എക്സാമിനും കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂയിലോട്ടോ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് പോകണമെങ്കിൽ ഇത്ര കുട്ടികളെ വേണമല്ലോ വിടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മാർക്ക് അവർ ഒന്ന് നിജപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഇത്ര മാർക്കിന് മണ്ടയ്ക്കുള്ളവരെ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടുന്നവരാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1000 പേര് എഴുതി, നമുക്കൊരു ഇൻ്റർവ്യൂവിന് അവർക്കൊരു 400 പേരെ വിളിച്ചാൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നല്ലൊരു എക്സാം വളരെ ഈസി ആയി കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരെയും കൂടെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കട്ട് ഓഫ് മാർക്ക് കൂട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഇപ്പോൾ 100 എക്സാമെങ്കിൽ ഒരു 75 മേളിൽ വന്ന് ഉള്ളവരെ, അപ്പോൾ 400 പേരെ എടുത്താൽ മതിയെങ്കിൽ ഈ 400 പേരെ എത്ര മാർക്കിന് മണ്ടയ്ക്ക് ഒരു 400 പേര് വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് അവിടെ കട്ട് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാം ടഫാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കുറയുകയും ചെയ്യും. എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു NDA റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ SSB ഇൻ്റർവ്യൂ വരുമ്പോൾ അതിൻ്റെ ഞാൻ ഒരുമിച്ച് അടുത്ത് വരും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് മാത്സ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടതിനെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും ഏറ്റവും നല്ല രീതിയിൽ കൂടെയും നമ്മുടെ ചാനലിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഏറ്റവും ഫുള്ളായിട്ട് എല്ലാം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 900-ലാണ് എക്സാം മാർക്ക് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ കേട്ടോ, നമ്മുടെ റിട്ടേൺ എക്സാം 900 ആണ്. അതുപോലെ ഇൻ്റർവ്യൂവും 900 ആണ്. രണ്ടും കൂടെ ചേർത്ത് 1800-ലാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, സെലക്ഷൻ. ഇതിപ്പോൾ റിട്ടേൺ എക്സാം ആയ 900-ലുള്ളതിനെക്കുറിച്ചുള്ള ഡേറ്റയാണ്. 2023-ലെ നമ്മുടെ 1 മീൻസ് NDA 1, NDA 2-ൻ്റേത് ഡേറ്റ എൻ്റെ കിട്ടിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഓക്കെ, 2023-ലെ ഫസ്റ്റ് എക്സാം നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. 301 ആണ്. 900-ൽ 301 എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈസിയാണോ ടഫാണോ? ക്വസ്റ്റ്യൻ ടഫായിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കട്ട് ഓഫ് മാർക്ക് താന്നു. ഇത് കണ്ടോ, 360 എന്ന് പറയുമ്പോൾ 40% ആണ്. 900-ൽ 360 എന്ന് പറഞ്ഞാൽ 40% ആണ്. അപ്പോൾ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഈസി ആയിരുന്നു. അതുകൊണ്ട് മാർക്ക് ഇച്ചിരി കൂട്ടിയിടേണ്ടി വരുന്നു. എന്തെങ്കിലേ കുറേ പേരെ കളയാൻ പറ്റുള്ളൂ. ഒത്തിരി പേർക്ക് മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ വിളിക്കാൻ പറ്റും. അപ്പോൾ മാർക്ക് ഇങ്ങനെ കൂട്ടി ഇടും. അപ്പോൾ അത്രയും പേര് എന്ന് വെച്ചാൽ കൂട്ടി ഇടുമെന്ന് പറഞ്ഞാൽ 75 മേലുള്ളവരെ മതി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേരങ്ങ് പോകും. എക്സാം ടഫാണെങ്കിൽ ഒരു 60 മേലുള്ളവരെ മതി എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? എണ്ണം കുറവായിരിക്കും. ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസിയാണ് ടഫാന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 2022-ലെ NDA 1-ൻ്റേത് 360 ആണ്, 40% ആണ്. പക്ഷേ NDA 2-ൻ്റെ വന്നപ്പോൾ കണ്ട വ്യത്യാസം വന്നു, 316. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫായിരുന്നു. 2023-ൽ 343. അപ്പോൾ ഇത് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം 300 എന്നുള്ളത് ഏകദേശം ഒരു 33% തൊട്ട് ഒരു 42% ആ റേഞ്ചിലായിരിക്കണം നിങ്ങളുടെ മാർക്ക് വരേണ്ടത്. ആ പെർസെൻറ്റേജിൽ മാർക്ക് വരണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 900-ൽ 300-ന് മേളിൽ എന്തായാലും വന്നിരിക്കണം. നമുക്ക് 25% ആണ് പാസ്സാവാനുള്ളത് കേട്ടോ. സെക്ഷണൽ കട്ട് ഓഫ് 25%. മീൻസ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 25% മതി. എന്ന് പറഞ്ഞിട്ടുണ്ട് 25% കിട്ടിയവരെ എല്ലാം കൂടെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ 25 മാറി, ഇത് 33 ഇത് 40 മനസ്സിലായി. അപ്പോൾ ഇതൊരു 37 ആയിട്ടുണ്ട് കേട്ടോ. ആ മാർക്ക് അത്രയും പെർസെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2023-ലായപ്പോൾ 21-ലായപ്പോൾ 343 കണ്ട്, ഇവിടെ കൂടി 355. അപ്പോൾ ഇച്ചിരി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈസി ആയിരുന്നുകൊണ്ട് മാർക്ക് കൂടി. ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഇതെല്ലാം കണ്ടോ കറക്റ്റ് 355 ആണ്. ഇവിടെ 342, 346 വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ രീതിയിൽ കൂടെ വേണം ഇതിനെ നമ്മൾ പഠിച്ചെടുക്കാൻ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളത് പഠിച്ച് ആ 2 എക്സാം നിങ്ങൾക്കറിയാം, NDA 1 ആൻഡ് NDA 1-ൽ തന്നെ ഒരു NDA എക്സാമിന് 2 പേപ്പറാണുള്ളത്. ഒരെണ്ണം ഫുള്ളി മാത്സ്, രണ്ടാമത്തെ GAT ആണ്. അതിനുള്ളിൽ എല്ലാം കൂടാണ്. അതിനകത്ത് ഇംഗ്ലീഷാണ് സൂപ്പർ സ്റ്റാർ. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും അതിൻ്റെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ
നമ്മൾ ആ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് മാർക്ക് രണ്ടിടത്തുനിന്ന് എങ്ങനെ സ്കോർ ചെയ്ത് വേണം ഈ രീതിക്ക് ഇവിടെ എത്താൻ എന്നുള്ളതൊക്കെ ഉടനെ വീഡിയോയിലെത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, എല്ലാവരോടും മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ഡേറ്റാസുകൾ ചിലപ്പോൾ എല്ലായിടത്തും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ കുട്ടികൾ ഇതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും ഇത് എഴുതാത്തത്. അപ്പോൾ മാക്സിമം ആൾക്കാരോട് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു ജോലി. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അതും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.